ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയുടെ ഏറ്റവും പുതിയ നാഴികക്കല്ല്. അതെ, ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി ഇലോൺ മസ്ക്. ബ്ലൂംബെർഗ് സൂചിക പ്രകാരം സ്പേസ് എക്സിന്റെ സ്ഥാപകനും ടെസ്ലയുടെ സിഇഒയുമായ എലോൺ മസ്ക് $400 ബില്യൺ ആസ്തി കൈവരിക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ വ്യക്തിയായി എന്നാണ് റിപ്പോർട്ടുകൾ. ലോകസമ്പന്നനായിരുന്ന ബിൽ ഗേറ്റ്സിനെ ബഹുദൂരം പിന്നിലാക്കിയാണ് മസ്കിന്റെ മുന്നേറ്റം. സ്പേസ് എക്സ് ഓഹരിയിൽ ലഭിച്ച നേട്ടമാണ് മസ്കിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചത്. ഇതിലൂടെ 50 ബില്യനാണ് മസ്കിന്റെ ഈ വർഷം മാത്രം സ്പേസ് എക്സിൽ നിന്ന് നേട്ടമുണ്ടാക്കാനായത്. ഇതോടെ സ്പേസ് എക്സിന്റെ ആകെ മൂല്യം 350 ബില്യനായാണ് കണക്കാക്കുന്നത്. മാത്രമല്ല, ഇത് സ്പേസ് എക്സിനെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സ്വകാര്യ കമ്പനി എന്ന പദവിക്ക് കൂടുതൽ ബലം നൽകുന്നതാണ്. കൂടാതെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിനുശേഷം ടെസ്ലയുടെ ഓഹരികൾ ഏകദേശം 65% വർദ്ധിച്ചു. ഇത് മസ്കിന്റെ ആസ്തിയിലേക്ക് ശതകോടികൾ കൂട്ടി. സ്പേസ് എക്സിനും ടെസ്ലയ്ക്കും പുറമെ മസ്കിന്റെ നിർമ്മിത ബുദ്ധി കമ്പനിയായ XAI മികച്ച നേട്ടമാണ് ഈയടുത്ത് കരസ്ഥമാക്കിയത്. മെയ് മാസം $25 ബില്യൺ ആസ്തിയുണ്ടാക്കിയിരുന്ന കമ്പനി നിലവിൽ $50 ബില്യൺ ആസ്തിയിലെത്തിയിരിക്കുകയാണ്. AI മേഖലയിലുണ്ടായ ആഗോള വളർച്ച മസ്കിന്റെ കമ്പനിയിലേക്ക് നിക്ഷേപകരുടെ ശ്രദ്ധയാകർഷിക്കുന്നു. മസ്ക് ഏറ്റെടുത്ത എക്സും വളരുകയാണ്. സ്പേസ് എക്സിന് പുറമെ മസ്കിന്റെ വൈദ്യുതി കാർ കമ്പനിയായ ടെസ്ലയും ഓഹരിയിൽ വൻ നേട്ടമാണുണ്ടാക്കിയത്. $415 നിലവിൽ കമ്പനിയുടെ ഒരു ഓഹരിയുടെ വില. ഇത് എക്കാലത്തെയും ഉയർന്ന നിരക്കാണ്. ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 14-ാം നൂറ്റാണ്ടിൽ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലി സാമ്രാജ്യം ഭരിച്ചിരുന്ന മൻസ മൂസ എന്ന ചക്രവർത്തിയായിരുന്നു ഇതുവരെ ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നനായി കണക്കാക്കിയിരുന്ന വ്യക്തി. എന്നാൽ ഇതിനെ മസ്ക് പിന്നിലാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാത്രമല്ല, മസ്കിന്റെ സമ്പത്ത് ഓഹരി വിപണിയുമായും വിശാലമായ സാമ്പത്തിക കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.